ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ദോശമാവ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഉണ്ടാകാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, ഒരു പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ബീട്രൂട്ടും അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനും. ഈ പൊടിച്ചെടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 3 ദോശയ്ക്കുള്ള മാവ് എടുത്തു വെച്ചിട്ടുണ്ട്, ദോശമാവ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഒന്ന് നൈസായിട്ട് ദോശമാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇവിടെ ഓയിൽ ഒഴിക്കാതെയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കേണ്ടത്, കാരണം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം അതിൻ്റെ എല്ലാം മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടും. ഇനി നമ്മൾ അടി മറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ഇനി അടുത്ത ദോശയും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നൈസായിട്ട് പരത്തണം. ഇതിൽ നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇത് ബീട്രൂട്ടും ക്യാരറ്റും മാത്രമാണ് നമ്മളിതിൽ പച്ചമുളകാണ് ചേർത്തിടുന്നത്. ഇപ്പോൾ എന്താ വിറ്റാമിൻ്റെ കുറവുള്ളവർക്കൊക്കെ ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചെത്തി ഉണ്ടാക്കിയ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ബ്ലഡൊക്കെ കൂടാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇതുപോലുള്ള ദോശ. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായ വെജിറ്റബിൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉറപ്പായും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആരോഗ്യപ്രദമായ ഒരു ദോശ കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.